ഹായ് മക്കളുമാരെ, ഞാനിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കടല റോസ്റ്റാണ്. നമ്മുടെ പുട്ടിനും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കടല റോസ്റ്റ്. ഇതിനു വേണ്ടി ഞാൻ ഒരു 200 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം കടല തലേ ദിവസമേ എടുത്ത് വെള്ളത്തിൽ കുതിരായിട്ടേക്കും. പിന്നെ ഇതിനാവശ്യമുള്ളത് ഒരു സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. പിന്നെ ഇതരിഞ്ഞ് വെച്ചതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങ വറക്കണം. തേങ്ങ വറക്കുമ്പോൾ അതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കണം, സ്വല്പം. അതിനുശേഷം അതിനെ ഇങ്ങ് വറുത്ത് കോരിയതിന് ശേഷം അതിനകത്ത് കടു വറുത്ത് അതിനകത്തോട്ട് വറ്റൽമുളകും ഒക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും ചെറിയുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ അതിനകത്തോട്ട് ഇട്ട് അതും ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് കുറച്ചധികത്തിൽ കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് ഞാൻ 200 ഗ്രാം കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വഴറ്റുമ്പോൾ അതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ 200 ഗ്രാം കടലയ്ക്ക് ഞാനിവിടെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, അത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, സ്വല്പം കുരുമുളക് പൊടി ഇട്ടാലും ഇടാം, സ്വല്പം കുരുമുളക് പൊടി, പിന്നെ ഇട്ട് അത് ഒന്ന് ഇളകി വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് നമ്മൾ ഈ വെന്തുവിട്ട കടലയില്ലേ അതും കൂടെ തട്ടിയിട്ട് ഇളക്കി അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം അടിപൊളി കടല റോസ്റ്റ്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും രമ്പയിലയും എല്ലാം കൂടെ ഇട്ടാൽ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? അടിപൊളിയാണേ.